പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇയ്യോബ് 4:7-8 വാക്യങ്ങൾ ഓർത്തു നോക്കുക. നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവം നിഷ്കളങ്കനെ കുറിക്കൊള്ളുന്ന ദൈവം, നേരുള്ളവർക്ക് വേണ്ടി ഇരുട്ടിലും വെളിച്ചം ഉദിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടേതായ കഷ്ടതയിൽ, വേദനയിൽ, പ്രയാസത്തിൽ നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ടോ, പരിഹസിക്കപ്പെടുന്നുണ്ടോ, ഒറ്റപ്പെടുന്നുണ്ടോ? ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഭക്തി ഒരിക്കലും കൈവിടാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിങ്ങൾ യാത്ര ചെയ്യുക. തക്ക സമയത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം വിടുതലയക്കും. ഭക്തനായ യോബ് തൻ്റെ കഷ്ടതയിൽ തൻ്റെ കൂട്ടുകാരെക്കുറിച്ച്, സ്നേഹിതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകർ എന്ന് ആണ്. ഒരുപക്ഷെ നമ്മളും ആ അനുഭവത്തിൽ കൂടി കടന്നു പോകണം. കഷ്ടത നമ്മുടെ നിത്യതയിലെത്താനുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. തീപ്പൊരി ഉയരെ പറക്കും കണക്കെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. നമ്മൾക്ക് ഈ ഭൂമിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ അറിയത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. നിത്യതയിലെത്തിക്കാൻ ദൈവത്തിനൊരു ദൈവ പൈതലിൻ്റെ മേൽ പദ്ധതിയുണ്ടോ? നിത്യത വരെയും എത്തുന്നത് വരെയും നമുക്ക് കഷ്ടതയുണ്ട്. പ്രിയപ്പെട്ട പൈതങ്ങളെ, ഭാരപ്പെടേണ്ട. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏതവസ്ഥയിലും പുറത്തു കൊണ്ടുവരാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. നിങ്ങൾ ഒറ്റപ്പെട്ട് ഏകയായി വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുക, വിശ്വസ്തയോട് നിൽക്കുക. ദൈവം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെ കുടുംബമായി പുറത്തു കൊണ്ടുവന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കാൻ സർവശക്തനാണ്. എൻ്റെ അനുഭവമാണ്. ദൈവം നമ്മളെ എതിരെ അനുഗ്രഹിക്കുമാറാകട്ടെ.